എന്തായി പെരിന്തൽമണ്ണയുടെ ബൈപ്പാസ്? ശ്യാമയോട് ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയൊരു പ്രവർത്തനം ശ്യാമ ഓർക്കുന്നുണ്ടാകും. ഞാൻ MLA ആയി വന്ന ഉടനെ ഏറ്റവും കൂടുതൽ പെരിന്തൽമണ്ണയിലെ ഗതാഗത പ്രശ്നമായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. അന്ന് CPM പ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും എല്ലാ പ്രമുഖരായിട്ടുള്ള ആളുകളെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും പെരിന്തൽമണ്ണ CPMൻ്റെ ഏരിയ സെക്രട്ടറി ശ്രീ രാജേഷ് അടക്കം പങ്കെടുത്ത ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങൾ ആലോചിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിൽ ഇപ്പോൾ സർക്കാർ കുറച്ചുകൂടി ഉദാര സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഓറോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് ഇത് മാത്രമാണ് പെരിന്തൽമണ്ണയുടെ ഗതാഗത പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമെന്ന് തിരിച്ചറിഞ്ഞ് അന്ന് തന്നെ ആ യോഗത്തിൽ ഞങ്ങൾ വലിയ ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയുടെ തുടർച്ച എന്ന നിലയിൽ തിരുവനന്തപുരത്ത് അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എബ്രഹാം സാറിൻ്റെ നേതൃത്വത്തിൽ കിഫ്ബിയുടെ വിപുലമായ ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ യോഗത്തിൽ അന്ന് നേരത്തെ ഉണ്ടായിരുന്ന മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് 25% തുക പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ PPP മോഡലായി റേസ് ചെയ്യാൻ ഞങ്ങളെല്ലാം മുൻകൈ എടുക്കാം എന്നുള്ളതായിരുന്നു. കിഫ്ബിക്ക് മുമ്പിൽ ഞങ്ങൾ ഈ ഉപാധി വെക്കുകയും കിഫ്ബി 75% ഫണ്ട് ചെയ്യുകയാണെങ്കിൽ 25%, ഇത് കേരളത്തിൽ ഒരിക്കലും ഒരു നാട്ടിലും നടക്കാത്ത ഒരു കാര്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്, കിഫ്ബിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് നടക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമാകുമെന്ന് വളരെ സന്തോഷത്തോടു കൂടി അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു. കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ദാരുണമായ അന്ത്യം അതിനുണ്ടായത് ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇതിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർദാക്ഷിണ്യം തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഞാനത് ഉപേക്ഷിച്ചില്ല. KRFBയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കിഫ്ബിയും യോജിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒരുപാട് മീറ്റിങ്ങുകൾ നമ്മൾ കൊണ്ടുപോയി, അതിൻ്റെ പ്ലാനിങ് സൈഡിലേക്കെല്ലാം കൊണ്ടുപോയി. അപ്പോൾ അവസാനം വന്നത് ഒരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കാൻ, കാരണം പാടത്തിലൂടെയാണ് ഈ റോഡ് വരേണ്ടത്. അപ്പോൾ എലിവേറ്റഡ് ഹൈവേക്ക് പ്രപ്പോസ്ഡ് ആയിട്ടുള്ള തുക ഏതാണ്ട് 200 കോടിയോളം വരുമായിരുന്നു. അന്ന് സാമ്പത്തിക പ്രശ്നം പറഞ്ഞുകൊണ്ട് സർക്കാർ കൈയൊഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഓറോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് നടക്കാതെ പോയത്. ഇതിനു വേണ്ടി 4 വർഷവും ഞാൻ ചെയ്ത എല്ലാ കഠിനാധ്വാനത്തിൻ്റെയും രേഖകൾ, എല്ലാ മീറ്റിങ്ങുകളുടെയും രേഖകൾ, എല്ലാ മിനിറ്റ്സുകളുടെയും കോപ്പികൾ എൻ്റെ കയ്യിലുമുണ്ട്. അതുകൊണ്ട് ഈ 4 വർഷക്കാലം ഞാൻ നിരന്തരമായി നടത്തിയ ശ്രമം, അതായത് കഠിനമായി അധ്വാനിച്ചു, പക്ഷേ നടപ്പാവാതെ പോയി എന്നതാണ് MLAക്ക് പറയാനുള്ളത്.